ഒരു 8-10 ദിവസം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു വളരെ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ഒരു കാലം ആയിട്ടില്ല സത്യത്തിൽ. ഇതങ്ങനെ തോന്നാനിടയാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3 കണ്ടൻറ്റേഴ്സ് ഉണ്ടാവുകയും അവർ 3 പേരും വളരെ ശക്തമായി തന്നെ ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ നമുക്ക് നൽകുന്നത് കൊണ്ട് കൂടിയാണ്. കാരണം വെച്ചാൽ അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്, ഹൈക്കമാൻഡ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് പറയാൻ കഴിയുന്ന ന്യായങ്ങൾ നിരത്താനുണ്ട്, വളരെ ശക്തവുമാണത്. അതാണ്. അപ്പോൾ അതിലെങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തും, ഒന്ന് ഓപ്റ്റ് ചെയ്താൽ മറ്റേത് രണ്ടും എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയും അത് ആളുകൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയ വലിഞ്ഞു നീളുകയാണ്. നമ്മൾ എന്താ പറയുക, ഈ ജനവിധി മുഴുവൻ അതിൻ്റെ ഒരു പ്രഭ മുഴുവൻ മങ്ങി ഇല്ലാതാവുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഘടകകക്ഷികൾ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ സണ്ണി ജോസഫ് വരെ പറഞ്ഞു, KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞു ഇതിൻ്റെ പ്രഭ മങ്ങി, അതിനെ ഒരു തിളക്കം കുറയ്ക്കുന്ന മട്ടിലായിപ്പോയി എന്ന്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ സമയമെന്ന് പറയുന്നത് ഒന്നിലധികം പേർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിക്കാതിരുന്നാൽ, കോൺഗ്രസിന് മിക്കവാറും അങ്ങനെയാണല്ലോ, ഒരു നേരത്തെ തീരുമാനിക്കാത്ത രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടന്നാൽ മിക്കപ്പോഴും ഒക്കെ ഉണ്ടാവുന്നത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 96-ലെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നു, പക്ഷേ VS അച്യുതാനന്ദൻ തോൽക്കുന്നു. മാരാരിക്കുളത്ത് അദ്ദേഹത്തെ പിന്നീട് വിവാദമായ ഒരു തോൽവിയായിരുന്നല്ലോ അത്. അപ്പോൾ തോൽക്കുന്നു. അതോടെ ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ള ചർച്ചയിലേക്ക് പോകുന്നു. സുശീല ഗോപാലിലേക്ക് പോകുന്നു, പാലോളി മോദികുട്ടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സമയമെടുത്തു. 8 ദിവസം കഴിഞ്ഞിട്ടാണ് നായനാർ, അതായത് മത്സരിക്കാത്ത നായനാർ വന്നിട്ട് മുഖ്യമന്ത്രിയായി മാറുന്നത്. അപ്പോൾ അതും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇതൊക്കെ ആ സമയത്തൊന്നും നമ്മൾ ഇതിനെ ഈ രീതിയിൽ എന്താ പറയുക, വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന ഒരു കാലമായിരുന്നില്ല അത് എന്ന് കാണുക. അതുകൊണ്ട് ഇതിപ്പോൾ എന്താ പറയുക, എല്ലാം അങ്ങ് അവസാനിച്ചു, ഭയങ്കര ഒരു കാലയളവ് എടുത്തു എന്ന നിലയിലല്ല. പിന്നെ കഴിഞ്ഞ 2021-ൽ തുടർഭരണം നേടിയ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ സമയം ഏറെ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇത് എന്താ പറയുക, അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലുള്ള ഭയങ്കരമായ കർശന ബുദ്ധിയ ഇവർ 3 പേരും നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു തീരുമാനം എന്നത് വളരെ ക്രിട്ടിക്കലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ആരായാലും അത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, എങ്ങനെ ആ പ്രത്യാഘാതത്തെ, ആ ഡാമേജ് കൺട്രോളിനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ് ഹൈക്കമാൻഡ് കാര്യമായി ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുക. സതീശനെ തിരഞ്ഞെടുത്താലും KC വേണുഗോപാലിനെ തിരഞ്ഞെടുത്താലും രമേശ് ചെന്നിത്തലയെ തിരഞ്ഞെടുത്താലും ഡാമേജ് ഉണ്ടാകുമെന്നുള്ള കാര്യം. ഡാമേജ് എന്ന് വെച്ചാൽ ആളുകളുടെ വികാരം അണപൊട്ടും, യാതൊരു സംശയവുമില്ല. അത് കോൺഗ്രസ് അണികൾ, സതീശൻ്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് അണികളെ കൂടാതെ നിഷ്പക്ഷമായി നിന്ന് അദ്ദേഹം നയിച്ച മുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് വരെ വികാരം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള തെരുവിലെ പ്രകടനങ്ങളായും പരിണമിച്ചുകൂടുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അത് കുറച്ച് സമയം കൊണ്ട് അത് അവസാനിച്ചു, എല്ലാം നോർമലൈസ്ഡ് ആവും എന്ന് വിചാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം സതീശൻ എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് അത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ശാശ്വതമായ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിലപാടുകളാണ് അദ്ദേഹം. ജാതിമത വർഗീയ ശക്തികളോടുള്ള നിലപാട്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളെ കുറച്ചുകൂടി എന്താ പറയുക, അത് കുറച്ച് ശാശ്വതത്വം ഉണ്ട് അതിന്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്നങ്ങ് അവസാനിക്കില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ഉണ്ടാക്കുന്ന ഒരു മന്ത്രിസഭയോട് വളരെ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടും യോജിച്ച് പോകുന്ന നിലയിലാവണമെന്നില്ല സതീശൻ്റേതായ നിലപാടുകൾ വെച്ച് ചിലപ്പോൾ അതിനോട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പ്രകടിപ്പിക്കുക, അതുതന്നെ കുറച്ച് ഈസി അല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെ പലതും വരാൻ സാധ്യതയുണ്ട്. അത് കേവലമായ ഒരു വികാരം അണപൊട്ടുന്നത് കൂടാതെ ദീർഘകാലത്തേക്കുള്ള ഡാമേജും ഒരുപക്ഷെ ഉണ്ടായിക്കൂടുന്നില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് എന്ന് കരുതണം. എന്തായാലും ആരാകും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെന്നല്ല, ഞാൻ വിചാരിക്കുന്നത് ഹൈക്കമാൻഡിന് തന്നെ അത് പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ തൊട്ടടുത്ത നിമിഷം വരെ എന്ന് വേണം കരുതാൻ. കാരണം സോണിയാഗാന്ധിക്കിടയിലും ബിറ്റ്വീൻ സോണിയ, പ്രിയങ്ക ആൻഡ് രാഹുൽ, അവർക്കിടയിൽ തന്നെ വ്യത്യസ്ത പേരുകളായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ ഇവിടുന്ന് വിളിപ്പിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ വ്യത്യസ്തം, ഇപ്പോൾ പേരുകളുടെ എണ്ണം, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ KC വേണുഗോപാലിനാണെങ്കിൽ അനുകൂലമായ വാദങ്ങളുടെ കാര്യത്തിൽ കരുത്ത് സതീശന് കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് VM സുധീരൻ,
കെ മുരളീധരൻ ഇവരൊക്കെ ഹൈക്കമാൻഡിനോട് സംസാരിച്ചപ്പോൾ ഹൈക്കമാൻഡിന് തന്നെ സത്യത്തിൽ അവർ പറയുന്നതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. കാരണം വെറുമല്ല, അവർ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ ഈ സതീശന് അനുകൂലമായി നിൽക്കുന്ന വികാരമൊക്കെ ആരൊക്കെയോ എവിടുന്നോ ജനറേറ്റ് ചെയ്ത് വിടുന്നത് മാത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, കേരളത്തിൻ്റെ ഒന്നടങ്കം വികാരം ആണത് എന്ന് സുധീരനും മറ്റും സൂചിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കണക്കിലെടുക്കണമല്ലോ, അത് അങ്ങനെ വെറുതെ തള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ്, ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ കാലതാമസം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ നിർണായകമായി മാറാവുന്ന 1-2 ശബ്ദങ്ങൾ, അത് സുധീരനിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ AK ആൻ്റണി കൂടി താല്പര്യപ്പെടുന്ന ആ ശബ്ദത്തിന് ഒരു സ്വാധീനം ഇതിനകത്ത് ഉണ്ടാവാതിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മറിച്ചാണെങ്കിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ ഒരുമിച്ച് നിന്ന് KCക്ക് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട സ്വാധീന ഘടകമാണ് എന്ന് പറയുന്നത്. കാരണം സംഘടന ഇവരോട് ഒത്തുപോകേണ്ടതാണ്. സണ്ണി ജോസഫും KCക്കൊപ്പമാണ് എന്ന രീതിയിലുള്ള സൂചനകളും വന്നിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് സംഘടന എങ്ങനെ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംഘടനയും സർക്കാരും തമ്മിൽ എങ്ങനെ പോകും എന്നുള്ള വിഷയം വരും. അപ്പോൾ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. എന്തായാലും പക്ഷേ കേരളത്തിലെ ആളുകളുടെ ഒരു വികാരം കണക്കിലെടുക്കാതെ ഒരു മന്ത്രിസഭ ഉണ്ടായാൽ, മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് കോൺഗ്രസ്സിന് പ്രശ്നമുണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. അത് കണക്കിലെടുക്കാതെയുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകില്ല എന്നതാണ് എൻ്റെ പ്രതീക്ഷ.